രേഷ്മ, ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് ഇന്ന് കേരളം അല്ലെ. അപ്പോ അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ശോഭാ സുരേന്ദ്രൻ വന്നൊരു വെടിപൊട്ടിച്ചിട്ട് പോയത്. അതെ, അത് പൊട്ടിയെന്ന് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കുന്നതിന് പകരമായിട്ട് അതിനെ പിന്നെയും കൂടുതലൊന്ന് എന്താ പറഞ്ഞ വർണ്ണിക്കുകയോട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചെറിയ ചെറിയ വെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുകൊടുത്തു. അപ്പോൾ അങ്ങനെ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് ശോഭാ സുരേന്ദ്രൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ കാശ് കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീ അതൊരു നിഴലാണ്, അതായത് സാരി ഉടുത്ത് ചെന്ന ശോഭാ സുരേന്ദ്രന്റെ നിഴലാണ് വെള്ള ചുരിദാറിട്ട് മുല്ലപ്പ് വെച്ച സ്ത്രീ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് നമുക്കറിയാതെ പോലെ ശാസ്ത്രമാണോ നമുക്ക് അറിയില്ല, എന്തായാലും അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ആർ ശ്രീലേഖ പറഞ്ഞൊരു കാര്യം, ശോഭയ്ക്ക് വളരെ ഹൈപ്പ് കിട്ടിയെന്നാണ് ഈ ഒരു വാർത്ത കൊണ്ട്. മാധ്യമങ്ങൾ വളരെ ഹൈപ്പ് കൊടുത്തു എന്നാണ്. അപ്പൊ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, കൈക്കൂലി കൊടുത്തത് കൊണ്ടാണോ ശോഭാ സുരേന്ദ്രന് ഹൈപ്പ് കിട്ടിയതെന്ന്. അപ്പോൾ അവിടെ ഒന്ന് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ ഉരുണ്ട് മറിഞ്ഞതുപോലെ ഇന്ന് ആർ ശ്രീലേഖയും ഒന്ന് ഉരുണ്ട് മറിയുന്നുണ്ട്. അപ്പൊ പൊതുവെ ഇത് ഒരു വിവരമില്ലായ്മയാണോ, അതല്ലെങ്കിൽ വിദ്യ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തൊട്ട് വിദ്യ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അത്യാവശ്യം നല്ല നാലാൾ അറിയുന്ന കുറച്ച് പേരാണ് കാൻഡിഡേറ്റ്സ് ആയിട്ട് സിനിമാ മേഖലയിൽ നിന്നും അല്ലാതെയൊക്കെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് നിന്നത്. അതിൽ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവരുടെ ഒരു പാർട്ടിയിൽ ഉള്ള ഒരു പണ്ട് തൊട്ടേ BJPക്ക് അതെ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വനിത ആണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ ഒരാദ്യം തൊട്ട് നോക്കുകയാണെങ്കിൽ ഈ അഖിൽമാരാറിന്റെ വിഷയം എന്താണ്? അഖിൽമാരാറ് നിലപാട് മാറ്റുന്നു, എന്തൊക്കെയോ മെഴുകുന്നു. ഇപ്പം മറ്റേ അഞ്ജലി പറയുന്നത് എന്താണ്? സൺ കിസ്ഡ്, സൺ അണ്ടർ കിസ്ഡ്, എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഏറ്റവും പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ഇതേണക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അവർ പറയുന്നത് എന്ത്? ഇവരുടെ എല്ലാവരുടെയും മാധ്യമങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇവർ വസ്തുതാവിരുദ്ധമായിട്ട് കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ ചിന്തിക്കുന്നതാണ്, BJPക്ക് എങ്ങനെയാണ് ഇത്രയും വിവരമില്ലാത്തവരെ തന്നെ തെരഞ്ഞു പിടിച്ച് എലക്ഷൻ നിർത്തുന്നത് എന്നതാണ്. കാരണം ഇവർ പറയുന്നതിനകത്ത് യാതൊരു തരത്തിലുള്ള, ഒരാളോട് ചോദിച്ചു നിങ്ങൾ വിജയിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അഞ്ജലി നായർ പറഞ്ഞ ഞാൻ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും. ഇവർക്ക് അറിയില്ല കേരളത്തിൽ എന്താ നടക്കുന്നത്, എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ വികസനം വന്ന്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നമ്മുടെ ഈ സാക്ഷരത കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ഏതെന്ന് വെച്ചാൽ 95% നമ്മളാണ്. കേരളമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു കേരളത്തിൽ വന്നിട്ട് എഡ്യൂക്കേഷൻ, അതായത് സർക്കാർ സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം ആക്കണം എന്ന് പറയുന്നത് തൊട്ട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ വലിയ മണ്ടത്തരമാണ് BJP പ്രവർത്തകരുടെ കടയിൽ നിന്നും ഉണ്ടാവുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് മറു സൈഡായിട്ട് ഇപ്പൊ കണ്ട ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ ശോഭാ സുരേന്ദ്രന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭയ്ക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു, പണം കൊടുക്കുന്നതല്ല, അല്ലാതെ തന്നെ ശോഭാ സുരേന്ദ്രൻ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഹൈപ്പ് എങ്ങനെയാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട്, അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ ദൈവം ചതിച്ചു, അതായത് പൊട്ടനെ ചട്ടി ചതിച്ചപ്പോൾ ചട്ടി ദൈവം ചതിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇത്രയും ദിവസം നിന്നപ്പോൾ കറക്റ്റ് ആ വോട്ട് ഇന്ന് വിധി എഴുതുന്ന ഒരു ഒറ്റ ദിവസത്തിന് മുമ്പായിട്ട് ഈ ഒരു സംഭവം നടന്നിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്നാൽ വേറെ രീതിയിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നുമല്ല മറ്റൊരു പാർട്ടിയുടെ. അതുപോലെ തന്നെ ഈ ഒരു അത് കഴിഞ്ഞ പത്രസമ്മേളനം നടത്തിയൊരു സമയത്ത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ്, ആ 21-22 വയസ്സുള്ള പയ്യൻ, എന്റെ മകന്റെ പ്രായമുള്ള പയ്യൻ, അല്ലെങ്കിൽ അവന്റെ അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി ലൈംഗിക ചുവയോട് ആ ഒരു ചേഷ്ട കാണിച്ചു എന്നാണ് പറഞ്ഞത്. അവര് തെളിയിക്കുന്ന ഒരു വീഡിയോ അശ്ലീല ചേഷ്ട കാണിച്ചു എന്നാ പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ആ നിന്റെ കരണം അടിച്ച് പൊട്ടിക്കും എന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ടതാണ്. അതിലെവിടെയും അവർ ആ സമയത്ത് പറയുന്നില്ല നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് പറയുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത് കണ്ടാൽ ഞാൻ ഇറങ്ങി വന്ന് പ്രതികരിക്കേണ്ടേ എന്നാണ് ശോഭാ സുരേന്ദ്രൻ. ഇത് ഒന്നാമത് ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പോയി. അപ്പൊ ഇവർ ചോദിച്ച സ്ത്രീ അത് കണ്ടിട്ടാണ് ഇറങ്ങി വന്ന്, ഞാനൊരു സ്ത്രീയാണ്, അത് കണ്ടാൽ ഞാൻ പ്രതികരിക്കും എന്നാണെങ്കിൽ ആദ്യം വന്ന് നമ്മൾ എന്തായിരിക്കും ചോദിക്കുക? നീ എന്തിനാണ് എന്നോട് അങ്ങനെ കാണിച്ചത് എന്നായിരിക്കും ചോദിക്കുക. അത് ചോദിക്കാതെ നീ എന്തിനാണ് എന്റെ വീഡിയോ എടുത്ത് ചോദിക്കുന്നത്? അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും നല്ല ആയുധം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സ്ത്രീയാണ് ഏറ്റവും നല്ല ആയുധം. അത് നന്നാവാനും നശിപ്പിക്കാനും വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് സമയങ്ങൾ കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നു കഥ ഒരാൾ എഴുതുന്നു, കഥ ഒരാൾ പറയുന്നു, തിരക്കഥ മറ്റൊരാൾ എഴുതി കൊടുക്കുന്നു, അപ്പോൾ തന്നെ അതിന്റെ വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നൊക്കെയാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സംഭവം നടന്ന് മണിക്കൂറുകൾ കൊണ്ട് ഒരു തിരക്കഥ BJP കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഒരു കഥ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അതിന് തിരക്കഥ മറ്റുള്ളവരുണ്ടാക്കുന്നു, അതിന് കുറച്ച് എന്താ പറയുക, ഇപ്പൊ നമ്മൾ കാണുന്ന കുറെ ഇഫക്റ്റുകളൊക്കെ ചേർത്ത് മറ്റൊരു ചിത്രം പുറത്തു വരുന്നു അല്ലേ.
പയ്യൻ വിരല് എന്തോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഇവർക്ക് ഒരു 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 മൈൻഡ് ഉണ്ട്. അതായത് ഈ ശോഭാ സുരേന്ദ്രൻ ഇവരുടെ കൂടെ നിൽക്കുന്ന BJP പ്രവർത്തകരുടെ ഒരു മൈൻഡ് ഉണ്ട്. അതായത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് ഇത് അങ്ങനെ ആക്കി മാറ്റി പറയാം. പക്ഷെ അവർ എഡ്യൂക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തി ഇപ്പം UP-യിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിൽ അതിന് ആരും പ്രതികരിക്കത്തില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ BJP-യുടെ ഒരു കോട്ട, അതിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അടി അല്ലെങ്കിൽ അവർക്ക് നേരെ എന്തെങ്കിലും രീതിയിലുള്ള ഭീഷണികൾ വരും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവിടെ ഈ ശോഭാ സുരേന്ദ്രൻ ഈ ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കാരണം അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നത് അവര് ഇവിടെ സേഫ് ആണെന്ന് അവർക്കറിയാം. ഇത് വേറെ ഈ പറയുന്നത് പോലെ കേരളത്തിലല്ല, മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ ഇത് നടന്നേനെ. ചോദിക്കുന്ന ഒരു കാര്യം, നീ എന്തിനാണ് എന്റെ വീഡിയോ എടുത്തതെന്നാണ്. ഈ പറയുന്ന അതേ ശോഭാ സുരേന്ദ്രൻ ആ പയ്യന്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊരു ഒഫൻസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ശോഭാ സുരേന്ദ്രൻ എടുത്ത വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ അടക്കം വന്നിരുന്ന അതിൽ എവിടെയും ഈ ചെറുക്കന്റെ ഭാഗത്ത് നിന്ന് ഈ അശ്ലീല ചൊവ്വയോ അല്ലെങ്കിൽ അങ്ങനെ ആംഗ്യങ്ങളോ ഒന്നുമുള്ള ഒരു രീതിയിലുള്ള സംഭവമില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ രേഷ്മയോടാണ് അങ്ങനത്തെ ഒരാളെ കാണിക്കുന്നത്. രേഷ്മ പ്രതികരിക്കാൻ ഇറങ്ങി വന്നിട്ട് നീ എന്തിനാ എന്റെ വീഡിയോ എടുത്തെന്നാണോ ആദ്യം ചോദിക്കുക. നീ എന്തിനാ എന്നോട് അങ്ങനെ കാണിച്ചെന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ നീ അങ്ങനെ കാണിക്കാൻ നീ ആരാണ്? രണ്ടും ഞാൻ പൊട്ടിക്കുമെന്നല്ല പറയുന്നത്, ഞാൻ അപ്പൊ അടിക്കായിരിക്കും ഒരുപക്ഷെ ചെയ്യുന്നത് നമ്മളോട് അങ്ങനെ കാണിക്കുമ്പോൾ. അപ്പൊ അതൊന്നും ഇല്ലാതെ അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്, അയ്യോ എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിനുവേണ്ടിയാണ് എന്ന് പറയുന്നതിൽ എവിടെയാണ് ഒരു ന്യായം? ഇവര് ഇത് സത്യം പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഒരു കള്ളിയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങളും വീഡിയോയിലും എല്ലാ ജനങ്ങളെല്ലാരും കാണുന്നതാണ്. ഈ മുല്ലപ്പൂ വെച്ച ഒരു നിഴൽ വരിക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് എനിക്ക് അറിയത്തില്ല. അത്രയും ഡെവലപ്പായോ നമ്മുടെ ആ തിരക്കഥയ്ക്ക് പിന്നില് കുറച്ച് ഇഫക്റ്റുകൾ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ. ഒരു നിമിഷം ആലോചിച്ചു, നമ്മള് മറ്റേ കൽക്കി മൂവിയിലൊക്കെ ഒരു അവസ്ഥ ആയോ, നമ്മൾ ആ അത്രയും കാലഘട്ടത്തിലേക്ക് എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളുടെ ഒരു കാലഘട്ടം മാറുന്നതനുസരിച്ച് നമ്മളുടെ പല ഈ പറയുന്ന AI സാങ്കേതിക വഴി ഇപ്പം എല്ലാം ചെയ്യാം. അങ്ങനെ കുറെ ഈ സംവിധാനങ്ങൾ വരുന്നുണ്ട്, മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ആ പയ്യൻ എന്തോ അശ്ലീല ആംഗ്യം കാണിക്കുന്നു എന്ന് പറയുന്ന വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതൊരു യഥാർത്ഥ വീഡിയോ അല്ല, അത് മാനിപ്പുലേറ്റഡ് ആണ് ആ വീഡിയോ എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇനി കാര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്കറിയില്ല, നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളല്ല. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളുടെ ചിന്താഗതി, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്താണ്, ഇതിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഇത് ശോഭാ സുരേന്ദ്രന്റെ കയ്യിൽ നിന്നും കാര്യങ്ങൾ വഴുതി പോയിട്ടുണ്ട്. അതിനെ പിന്നീട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചത് ഈ അടുത്ത മണിക്കൂറുകളിലായി എന്നതാണ് ഒരു എടുത്തു പറയേണ്ട ഒരു. എന്നിട്ട് ഇവര് പറയുന്നതുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ അങ്ങ് ചൂടാവും. എന്നിട്ട് ഇവര് ചോദിക്കുന്നതിന് മറുപടി ഇവര് പറയാൻ തയ്യാറാകുന്നില്ല. സ്ത്രീയുടെ മുഖം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മുഖം കാണിക്കുന്ന വീഡിയോ കാണിച്ചപ്പോ പിന്നെ അവിടെ നിന്ന് അടുത്തൊരു അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ തെളിയിക്കാൻ. അപ്പം ആ മാധ്യമ പ്രവർത്തകരാണ്, ഞങ്ങൾ എന്തിനാണ് തെളിയിക്കുന്നത്? നിങ്ങളല്ലേ സ്ഥാനാർത്ഥി, നിങ്ങളല്ലേ പറയേണ്ടത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. അവരവിടെ കാറ് നിർത്തിയിട്ടിരിക്കുന്നു, ശോഭാ സുരേന്ദ്രൻ ആ കാറിലിരിക്കുന്നു. ആ കാറിന്റെ അടുത്തോട്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ഇരിക്കുന്ന കാറിന്റെ ആ ഫ്ലെക്സ് വെച്ചിരിക്കുന്ന കാറിന്റെ അടുത്തോട്ട് തന്നെ ഈ ചുരിദാറിട്ട് മുല്ലപ്പൂ ഇട്ട സ്ത്രീ പോകുന്നു. അതാണ്, ആ നിഴല് പോകുന്നു. ആ നിഴല് പോയിട്ട് കാറിൽ അതിനകത്തിരിക്കുന്നതും കാണിക്കുന്നു. ഇതെങ്ങനെയാണ് ഇവർക്ക് പറയാൻ പറ്റുന്നത്? നമ്മള് ലോക സിനിമയൊക്കെ കണ്ടില്ലേ, ആ ഒരു ഇമ്പാക്ട് ആണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത്. ഞാനതാ പറഞ്ഞത്, ഈ AI വെച്ചിട്ട് AI യുഗത്തിലാണ് നമ്മളിപ്പോ നടക്കുന്നത് എന്നാണ് അവര് ചിന്തിക്കുന്നത്. മാത്രമല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വെള്ള പൂശുമ്പോൾ അത് മാറി ചിന്തിക്കും എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് നോർത്തിലെയും. അത് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ്, അതാണ് ഞാൻ കേരളീയർ എന്ന് കരുതാൻ അത്രയും ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ഞാൻ കരുതുന്നില്ല ഈ ഒരു പാർട്ടിക്കാര്. അപ്പൊ പക്ഷെ ഇവര് ഈ പറയുന്ന കള്ളത്തരം ഒന്നിനു മീതെ ഒന്നായിട്ട് വരുമ്പോഴാണ് മൊത്തത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായി. അതിന് സമാധാനപരമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ ഒതുക്കി വിട്ടാൽ മതിയായിരുന്നു. അതിന് പകരം അവര് പ്രകോപിതരാവുകയാണ് ചെയ്തത്. ചോദിക്കുന്നവരോടൊക്കെ ചാടിക്കടിക്കാൻ, അവരെ അടിക്കാൻ ചെല്ലുന്നു. ഇതെന്താ വെള്ളരിക്കാപ്പെട്ടണോ എന്ന് ചിന്തിക്കുന്ന. വെച്ച സ്ത്രീയെ കാട്ടിയും നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് പൈസ കൊടുത്തതാണ്. മുല്ലപ്പൂ വെച്ച സ്ത്രീ പിന്നീടാണ് വരുന്നത്. പക്ഷെ ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞങ്ങൾ കൊടുത്തു, അവര് ഞങ്ങളുടെ ബന്ധുവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പം ഇതെങ്ങനെയാണ്, ഇതെങ്ങോട്ടാണ് ഇതിന്റെ എന്തായാലും പാലക്കാട് ഇന്ന് ജനങ്ങൾ വിധി എഴുതി തുടങ്ങിയിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ പാലക്കാട്, BJP പ്രവർത്തകനാണ്. അപ്പൊ എന്റെ അടുക്ക പറഞ്ഞ് പാലക്കാട് ഞങ്ങൾ തൂക്കും. ഞാൻ പറഞ്ഞ കാണാം. കാരണം അവിടെ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല എല്ലാരും ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ മണ്ടന്മാരാണെന്ന്. കാരണം കേരളം ഏറ്റവും നല്ല
എഡ്യൂക്കേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. അവിടുത്തെ ജനങ്ങള് ഇപ്പം പ്രായം ചെന്നവർക്കാണെങ്കിൽ പോലും വിവരവും ബുദ്ധിയും വിവേകവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, എന്തായാലും ജനവിധി കൃത്യമായിരിക്കും. പിന്നെ ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവരുടെ അവകാശങ്ങളും അവരുടെ ആവശ്യങ്ങളും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ് ഉയർന്നു വരട്ടെ. അതിപ്പോ BJP-യുടെ ആയാലും ആരുടെ ആയാലും ജനസമ്മതനായിരിക്കുമല്ലോ ഉയർന്നു വരുന്ന വ്യക്തി. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് BJP വരുന്നതോട് യോജിപ്പില്ലാത്തൊരു കാര്യമാണെന്ന് ഞാൻ തുറന്നു പറയാണ്. പക്ഷേ എങ്കിൽ ഞാൻ പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഇവർ ഈ നീക്കങ്ങളൊക്കെ ചെയ്തല്ലോ, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പാലക്കാട്ടിലെ ഈ വയോധികയ്ക്ക് പൈസ കൊടുത്തൊരു സംഭവം അവിടുത്തെ ജനങ്ങൾ അത് വിലയിരുത്തുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ അതനുസരിച്ച് വോട്ട് ചെയ്യുകയും ചെയ്യും. ഈ ഒരു സംഭവം മാറി നിൽക്കട്ടെ, ഇനി ഈ ഒരു സംഭവം നടന്നിട്ടില്ല, ഈ ഒരു കൈക്കൂലി കേസ് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനും ഒരു ഇമ്പം എന്ന് പറയുന്നത് നല്ലൊരു സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പോകുന്നു, ശോഭ ഒരു അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വീഡിയോയിൽ ഇവര് തനി സ്വഭാവം മാറുന്ന ഒരു കാഴ്ചയാണ് എല്ലാരും കണ്ടത്. കാരണം അത്രയും ദിവസം ഇവര് കണ്ട ഒരു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എല്ലാരും പോയി സംസാരിക്കുന്നു, അവർക്കൊപ്പം നിൽക്കുന്നു, ഒരു പ്രചരണം. ഞാൻ പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഒരു പൊതുസമൂഹത്തിൽ പെരുമാറേണ്ട ചില മര്യാദകളുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷെ ഇവരെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവാം, നമുക്കറിയില്ല, അതിന് പിന്നാമ്പുറ കഥകൾ നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയല്ല. തീരെ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇവര്. അങ്ങനെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകയായിട്ട് നിൽക്കുമ്പോൾ പാലിക്കേണ്ട കുറേയേറെ മര്യാദകളുണ്ട്, പാലിക്കേണ്ട കുറേയേറെ എന്താ പറയുക സംയമനം പാലിക്കേണ്ട കുറെ ഇടങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി പാലിക്കാൻ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും ഏതൊരു വ്യക്തിയായാലും അത് ബാധ്യസ്ഥനാണ്. അതെല്ലാം മറന്നുകൊണ്ട് എനിക്ക് അധികാരമുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരു നേതാവ് ഉയർന്നു വന്നാൽ എന്തായിരിക്കും ഒരു സമൂഹത്തിന് എന്ത് മാതൃകയാണ് അല്ലെങ്കിൽ എന്ത് സന്ദേശമായിരിക്കും ഒരു സമൂഹത്തിന് നൽകുക എന്നുള്ളത് നമുക്കിനി ഈ ഒരു ഇലക്ഷന്റെ റിസൾട്ട് വരുമ്പോൾ വ്യക്തമാവും എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം അല്ലെ. ജനങ്ങൾ പറയട്ടെ ശോഭ വേണോ വേണ്ടയോ എന്നുള്ളത്.